നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ ജേഴ്സി അടിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെയോ നേടി എന്നൊരു തോന്നലാണ് നമുക്കുണ്ടാവുക. പറയുന്ന ആരാ? നെയ്മർ ജൂനിയർ ആണ്. സാക്ഷാൽ നെയ്മർ ജൂനിയർ FC ബാഴ്സലോണയിൽ മായാജാലം കാണിച്ച് അതിനുശേഷം PSG പോയി, പിന്നെ സൗദി അറേബ്യ വഴി ഇപ്പോൾ സാൻഡോസിലെത്തി നിൽക്കുന്ന നെയ്മർ ജൂനിയർ ആണ് ഇത് പറയുന്നത്. അദ്ദേഹത്തോട് ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിലുള്ളൊരു ചോദ്യമാണ്, ബാഴ്സലോണയുടെ ജേഴ്സി അടിഞ്ഞ് കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുക? അദ്ദേഹത്തിൻ്റെ മറുപടി അതൊരു ഹ്യൂജ് ഫീലിംഗ് ആണ്. വലിയ നേട്ടത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളൊരു സന്തോഷം, ഒരു വലിയ ഹാപ്പിനെസ്, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. നമ്മുടെ ഒരു വലിയ സ്വപ്നം അച്ചീവ് ചെയ്തു എന്ന ഫീലിംഗ് ഉണ്ടാവും. സോ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ബാഴ്സയുടെ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ ഇറങ്ങുമ്പോൾ. തീർച്ചയായിട്ടും എനിക്കതങ്ങനെ പറയാൻ പറ്റില്ല. സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞ് അങ്ങ് നമുക്ക് ഫലിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് ആൻ എനോർമസ് ഹാപ്പിനെസ്. വല്ലാത്തൊരു സന്തോഷമായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങുക എന്നുള്ളത്. അത്രയധികം ബാഴ്സയെ സ്നേഹിച്ചൊരു മനുഷ്യൻ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിലെടുത്തൊരു റോങ് സ്റ്റെപ്പ് ആയിരുന്നില്ലേ ബാഴ്സലോണ വിട്ട് PSG പോയത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ് എന്നതാണ് സത്യം. ഒരിക്കൽ റിവാൾഡോ പറഞ്ഞില്ലേ, നെയ്മർ ജൂനിയറുടെ കരിയറിലെ പിന്തിരിഞ്ഞുള്ള നടപ്പായിരുന്നു ബാഴ്സലോണ വിട്ട് PSG പോയത് എന്ന്. ഏതായാലും നെയ്മറോട് വീണ്ടും ചോദിച്ചു, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ, ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ദേശീയ ടീമിനായിട്ട് ഗോൾ അടിച്ചു എന്നുള്ള റെക്കോർഡൊക്കെ നേടി നിൽക്കുകയാണല്ലോ, നിങ്ങളുടെ സ്വപ്നമായിരുന്നോ ഈ ഒരു സ്ഥാനത്ത് എത്തുക എന്നുള്ള? ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിയോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഓഫ് കോഴ്സ് ഇവിടെ എത്തുക എന്നുള്ളതൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുമായിരുന്നില്ല. റൊണാൾഡോ, കക്ക, റൊണാൾഡീഞ്ഞോ, റൊമാരിയോ, ഇങ്ങനെയുള്ള റോൾ മോഡൽസ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും ഞാൻ അവരെ ഫോളോ ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ഇമാജിൻ ചെയ്തിരുന്നില്ല ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന പൊസിഷനിൽ ഞാൻ എത്തുമെന്ന്. ദൈവമാണ് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് സമ്മാനിച്ചത്. സോ ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ആ പറഞ്ഞ ആളുകളുണ്ടല്ലോ, റൊണാൾഡോ, കക്ക, റൊണാൾഡീഞ്ഞോ, ഇവരൊക്കെ വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. നെയ്മർ ജൂനിയർക്ക് സാധിക്കുമോ അത്? ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ആ നേട്ടത്തിലേക്ക് പോകുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.